ഓ തിരിച്ചു പോകാം നാട്ടെ കബോർഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗൈസ്. ഞങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ തന്നെ എനിക്ക് പ്രൊമോഷൻ കൊടുക്കും. ഗൈസ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപർണ ഹിയർ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഒരു 3 മാസത്തിന് ശേഷം എൻ്റെ കോളേജിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര ബഹളം, രാവിലെ ഇറങ്ങാൻ വേണ്ടി പോകണം ഗൈസ്. പിന്നെ ഒരു കാര്യം, എൻ്റെ പുതിയ വാട്ടർ ബോട്ടിൽ കേട്ടോ ഗൈസ്. എനിക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനമാണ് പല ടൈപ്പ് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാനിന്ന് കോളേജിൽ പോകും. എന്തിനാണ് പോണേന്നുള്ളത് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും എൻ്റെ ജൂനിയേഴ്സിൻ്റെയൊക്കെ റിയാക്ഷൻ എന്ന് കാണണം. 2-3 പേരെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് നോക്കും. ഇന്ന് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാനായി. അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പു റെഡിയായി നിൽപ്പുണ്ട്. അപ്പു കോളേജ് ഗൈസ്. അങ്ങനെ 4 മാസത്തിന് ശേഷം അയ്യോ ഞാൻ ഇതുവരെ പറഞ്ഞില്ലേ. ഗൈസ് അറിഞ്ഞൂടാത്ത വരും പോലെ അവര് വരും. ഹായ് അപർണ. സാം വണ്ണമൊക്കെ വെച്ച് ജിമ്മി പോയാടാ. ഗൈസ് നമ്മളെ കാണുമ്പോൾ ജൂനിയേഴ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ പറഞ്ഞേ? ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ടെൻഷൻ. കാടൊക്കെ മാറി വെട്ടിത്തെളിച്ചല്ലേ, ഒരുപാട് മാറ്റമായി. ജൂനിയേഴ്സ് ഓ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇപ്പൊ ഒരു ഗുമ്മില്ലല്ലേ. ഭയങ്കര വെട്ടമായിപ്പോയി. ഇത്രയും വെട്ടമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പം ഭയങ്കര എന്തോ മുട്ട അടിച്ചണക്കായി. വെളുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടൂടി. ഡെയിലി ബ്ലോഗ് ഒക്കെ ചെയ്യാൻ എല്ലാവരും അപർണയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗൈസ്. ഞങ്ങൾക്ക് എക്സാം വേണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ പറയാമായിരുന്നു. എക്സാം വേണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ബൈ ഗൈസ്. ഓക്കെ ഓക്കെ. ഇംപ്രൂവ്മെന്റ്. ഹായ്. ഇല്ലടാ ഇംപ്രൂവ്മെന്റ്ടാ, എനിക്ക് ഇംപ്രൂവ്മെന്റ് അല്ലേ ഉള്ളൂ. ഗൈസ് നമ്മളെ കോളേജ് ആകെ മാറിപ്പോയി. എല്ലാം വെട്ടിത്തെളിച്ച് കളഞ്ഞു. എല്ലാം വെട്ടിത്തെളിച്ച്. ദാസപ്പനങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് അടി കിട്ടിയേന്. എല്ലാരൊക്കെ ഹായ് കാണിക്കടാ, നിങ്ങ തന്നെടാ. ഗൈസ് നമ്മളെ കോളേജ് ആകെ മാറിപ്പോയി. ഇത് ഭയങ്കര ഒരുമാതിരത്തെ സ്വഭാവമാണ് കാണിച്ച. കാടൊക്കെ വെട്ടിത്തെളിച്ച് മരമൊക്കെ വെട്ടിത്തെളിച്ച് ഒരുമാതിരി. എന്റെ വ്ളോഗിൽ ഞാൻ ഒറ്റയ്ക്കില്ല. വളരെ നല്ലതാ, നിങ്ങളെ പോലെ നല്ല സാർ. നമുക്ക് ഭയങ്കര ഹിയർ ഇപ്പൊ ഇവിടെ ഇല്ലേ? അതാ ഇവിടെ. സബ്സ്ക്രൈബ് ചെയ്യൂ. പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ തന്നെ എനിക്ക് പ്രൊമോഷൻ കൊടുക്കും. ഞാൻ വേണമെങ്കിൽ നാളത്തോടെ ഒരു QR കോഡ് ഇവിടെ ഒട്ടിച്ചു നടക്കും.
പ്രാങ്ക് ആണോ? പ്രാങ്ക് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായി. എനിക്ക് കാണുമ്പോൾ നല്ല ആശ്വാസം. എന്തിനി എന്നെ കാണുമ്പോൾ ആശ്വാസം. അതല്ലേ ഇവിടെ അവിനാശായിട്ട് വന്നില്ല. അവിനാശായിട്ട് എക്സാം എഴുതുന്നു. കണ്ടിട്ട് ഇല്ല ഗൈസ്, അവരെ പറ്റി 2 വാക്ക്. ഇപ്പോൾ വിസിറ്റിംഗ് റൂമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ലിഫ്റ്റൊക്കെ വന്ന് നമുക്ക് ലിഫ്റ്റ് കയറി നോക്കാം. കോളേജിൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടൺടണായി ഓണക്കടി. ആ ദൈവമേ, ഹായ്. സെൽഫി ഒക്കെ എടുക്കാൻ പറ്റില്ലേ? ഓ കൊള്ളാം, സെറ്റപ്പ്. കണ്ട ഗൈസ്, നമ്മളും പഠിച്ചിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനത്തെ ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അയ്യോ, നീ ഒന്ന് കുത്തിയോണ്ടാണ് ഷേക്കായി. ഇറങ്ങി ഓ തിരിച്ചു പോവാം. നാട്ടെ കബോർഡ് ഉണ്ടാ ഗൈസ്, കബോർഡൊക്കെ. ഇതെന്തോന്ന്? നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പോലും ഇല്ലായിരുന്നു. അപ്പം ശരിയല്ല. കണ്ട ഗൈസ്, നമുക്ക് ഫാനും ലൈറ്റൊക്കെ ഓൺ ചെയ്യാനോ. ക്യാമറയൊന്നും ഇല്ലല്ലേ? ഗ്രൗണ്ട് കപ്പിൾസിനൊക്കെ ഇനി ഭയങ്കര എളുപ്പമായിരിക്കും. ക്യാമറയൊന്നും ഇല്ലല്ലോ. കൊള്ളാം. ഇതൊക്കെ കോളേജിൽ ഇങ്ങനത്തെ സിസ്റ്റം കാണും ഗായ്സ്. അതെ ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ വന്നതല്ല ഗൈസ്. എടീ ലിഫ്റ്റ് കണ്ടാ? കേറിയാ? എല്ലാവർക്കും ബീംസിലെ സൂരജ് ചേട്ടനെ മതി എന്ന് പറയണിട്ട്. ഇമ്മാനുവല് എടാ, പിള്ളേരെയൊക്കെ പരിചയപ്പെടുത്തി എന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാടാ. ബ്രേക്ക് ടൈം എപ്പോഴും എത്ര നാളായല്ലേ തമ്പുരു ബ്ലോഗിൽ. അപ്പൊ നമ്മളെ HODയുടെ ബർത്ത്ഡേ കൂടിയാണെന്ന്. സോ നമ്മളെല്ലാരും ഒന്ന് ചെറിയൊരു ഗിഫ്റ്റും കൂടി കൊടുക്കാന്ന് വിചാരിച്ചു ടീച്ചറിനെ കണ്ടിട്ട്. ടീച്ചറേ, ടു യു ഹാപ്പി ബർത്ത്ഡേ, ടു യു ഹാപ്പി ബർത്ത്ഡേ. ഓ, ടീച്ചറിന്റെ ഡ്രസ്സിന് മാച്ചും. ഓ ക്ലാസ് തുടങ്ങിയോ? കണ്ടായിരുന്നു വിദ്യയും ദേവിയും കൂടെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഇവിടെ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിദ്യയോട് മാർക്ക് ചോദിച്ചു. ആ മാർക്ക് ഞാൻ ചോദിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കും? നിങ്ങൾ മറക്കാൻ പറ്റുമോ? എങ്ങനെ മറക്കാൻ പറ്റും? നിങ്ങളാരും ഞാൻ മറക്കാറില്ല. ഓരോ നിമിഷവും ഞാനിങ്ങനെ എത്ര വഴക്ക് പറഞ്ഞാലും എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അതും ഇല്ല. വഴക്ക് പറഞ്ഞു എന്നുള്ളൊരു ഇതും ഇല്ല. സുഖമായിട്ടിരിക്കുന്നില്ലേ? ഗൈസ്, പുറത്ത് നല്ല മഴ. ഇതെത്ര കടിയടാ? അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കോളേജിൽ പോയതിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. കാരണം അന്ന് വൈകിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഫോൺ വീഴാൻ പോയി.
പറ്റിയില്ല. മഴ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം വീടെത്തിയപ്പോഴത്തേനും നല്ല താമസിച്ച് ഒരു 6:30-7 മണിയായി. പിന്നെ വീട്ടിൽ നിന്ന് കുറേ വഴക്കൊക്കെ കേട്ടിട്ട് അവിടെ ഇരുന്നപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ബാക്കി വീഡിയോസ് ഇപ്പം എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കോളേജിൽ പോയിട്ടെന്ന്. കുറേ ജൂനിയേഴ്സ് ഭയങ്കര കാര്യത്തോടെ വന്ന് മിണ്ടി. പിന്നെ കുറേ പേര് വീഡിയോ ഇടുന്നതുകൊണ്ട് കളിയാക്കലുകളൊക്കെ നമ്മൾ പിന്നെ ഏറ്റുവാങ്ങണമല്ലോ. ഇനിയിപ്പോൾ അടുത്തതാ തിങ്കളാഴ്ച വീണ്ടും എനിക്ക് പോകണം, എക്സാം ഉണ്ട്, തിങ്കളാഴ്ച അടുത്ത് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.